എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നൊരു നിങ്ങളടുത്ത് സംസാരിക്കാൻ വന്നൊരു വിഷയം, നമുക്കിപ്പോൾ എല്ലാവരും അറിഞ്ഞാണ് നമ്മുടെ നാട്ടിലിപ്പോൾ നടന്ന ഒരു അർഷിദ് എന്ന് പറഞ്ഞ 1.5 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞിൻ്റെ മരണമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളിപ്പം എല്ലാവരും അറിഞ്ഞല്ലോ നമ്മുടെ നാട്ടിൽ. ഞാൻ ആക്ച്വലി ഇന്നലെയാണ് ഒരു സംഭവം അറിയുന്നത്. കാര്യം നമുക്കത് അറിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മാനസികമായിട്ട് നമുക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു വാർത്തയാണ് നമ്മൾ കേട്ടത്. കാര്യം രണ്ടാനച്ഛൻ്റെ ക്രൂരതയിൽ മരണപ്പെട്ടൊരു കുഞ്ഞ് കഴിഞ്ഞ ഒരാഴ്ചയിട്ട് അതിൻ്റെ തൊണ്ടയിൽ എന്തോ ആഹാരം കുടിക്കുന്ന രീതിയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതിന് മുമ്പിൻ്റെ 2 കൈയും തല്ലി ഓടിച്ച് ഈ തന്തയുടെ തള്ളുന്ന കഴപ്പ് മൂക്കാൻ വേണ്ടി നീക്കി എന്തിനാണ് ഈ കുഞ്ഞുങ്ങളെ ഇല്ലാണ്ടാക്കുന്നത്? മക്കളില്ലാത്ത എന്തോരം ആൾക്കാർ ലോകത്തുണ്ട്. നിനക്കൊക്കെ നോക്കാൻ വൈകി നീ ആരെങ്കിലൊക്കെ ഏപ്പീര്, ഇല്ലെങ്കിൽ നീ എവിടെയെങ്കിലും ഉപേക്ഷിച്ചിട്ട് മടങ്ങടേ. നീയൊക്കെ എന്തിനാണ് ഇതിനൊക്കെ കൊല്ലാൻ നിൽക്കുന്നത്? നിനക്കൊക്കെ ഈ 1.5 വയസ്സുള്ള പ്രായമുള്ള കുഞ്ഞിൻ്റെ ഭാഗത്ത് എന്ത് മോശമായിട്ടുള്ള നിൻ്റെയൊക്കെ കാമം തീർക്കാൻ എന്ത് തടസ്സമാണ് കുഞ്ഞ് കാണിച്ചിട്ടുള്ളത്? 51 മുറിവാണ് 1.5 വയസ്സ് പ്രായം മാത്രമുള്ള കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയെന്ന് പറയുന്നത്. 51 മുറിവുകൾ. നമുക്ക് ഓർമ്മയുണ്ട്, പണ്ട് ടി പി ചന്ദ്രശേഖരനെ വച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു 55. അന്ന് അദ്ദേഹത്തിൻ്റെ വയസ്സ് 51 വെട്ടി പരിക്കേൽപ്പിച്ച് അദ്ദേഹത്തിനെ കൊന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വയസ്സ് 51 വയസ്സായിരുന്നു. 1.5 വയസ്സ് പ്രായം. അയ്യോ അമ്മ എനിക്ക് വേദനിക്കുന്നു എന്ന് പോലും പറയാൻ പറ്റാത്ത, അമ്മ എനിക്ക് നൊന്തു അല്ലെങ്കിൽ എൻ്റെ ശരീരം വേദനിക്കുന്നൊന്നും ഒരാളോട് പോലും ഒരു പരാതി പറയാൻ പറ്റാത്തൊരു പ്രായം. 1.5 വയസ്സ്. നമുക്ക് കൊണ്ടൊരു മക്കള്, എനിക്ക് കൊണ്ടൊരു മോള്, അവള് കളിക്കൂട്ടത്തിൽ അവിടെ കയ്യോ കാലോ എവിടെയെങ്കിലും തട്ടി അപ്പം എൻ്റെ കൈ വേദനിച്ച് അല്ലെങ്കിൽ ടേബിളിൽ തട്ടി എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു വിഷമമുണ്ടല്ലോ. കളിക്കൂട്ടത്തിൽ സംഭവിക്കുന്ന കാര്യം തന്നെ ആയാലും. നിൻ്റെയും ഇവളെയൊക്കെ തള്ളേന്ന് ആര് വിളിക്കും? ഇവളൊക്കെ അമ്മയെന്ന് ആര് വിളിക്കും? ഇവിടെയൊക്കെ സത്യം പറഞ്ഞിട്ടല്ല, ആ കുഞ്ഞിൻ്റെ മുഖം, ആ 2 കൈ ഓടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ നമ്മൾ കാണുമ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു നോട്ടം ഒന്നും ചെയ്യാൻ വയ്യ. അതിന് ആ ഒരു അവസ്ഥയിൽ അതിനെ ആക്കിക്കളഞ്ഞ് അതിൻ്റെ തല കൊണ്ടുവന്ന് ഭിത്തിയിൽ അടിച്ചെന്ന് പറയുന്നത്, അതിനെ ജനരേന്ദ്രിയത്തിൽ ഏൽപ്പിക്കാൻ പറ്റുന്ന പരമാവധി മുറിവുകൾ ഏൽപ്പിച്ചെന്ന് പറയുന്നു. അതിൻ്റെ കൈവെള്ളയിലും കാൽവെള്ളയിലും സിഗരറ്റുകൾ കുത്തി. നമ്മുടെ നാട് ജനാധിപത്യ രാജ്യമാണ് അല്ലേ? ജനാധിപത്യ രാജ്യം നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ജനാധിപത്യ രാജ്യം. ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന വലിയ ഉണ്ടയാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഉണ്ട. നമ്മൾ ചെയ്യുന്ന ആകെ ഒരു ജനാധിപത്യ പ്രോസസ്സ് പറഞ്ഞാൽ കുറെ വോട്ടുകൾ കൊടുത്ത് കുറെ കഴുതകളെ അധികാരത്തിൽ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാമം തീർക്കുന്ന കാലന്മാരെയും മൈരന്മാരെയൊക്കെ ഉണ്ടല്ലോ, ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണം. അവർ തീരുമാനിക്കും അതിൻ്റെ കാര്യങ്ങൾ. ഒരാൾ ഇപ്പം ഒരു 19 വയസ്സുള്ള അല്ലെങ്കിൽ 40 വയസ്സുള്ള ഒരാൾക്കെതിരെയാണ് അക്രമം ഉണ്ടായെന്നുണ്ടെങ്കിൽ കോടതി അന്വേഷണം പുറപ്പെടുവിക്കണം, കോടതിയുടെ ഉത്തരവ് വരണം, പുനരന്വേഷണം നടക്കട്ടെ, അതിന് തെളിവുകൾ ഉണ്ടാവട്ടെ, അതിനുശേഷം തീരുമാനം എത്തിക്കാന്ന് പറയും. ഈ 1.5 വയസ്സ് പ്രായമുള്ള കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്ത്? അവൻ്റെ അവിടെ കഴപ്പ് തീർക്കാൻ വേണ്ടി എന്ത് തെറ്റാ കുഞ്ഞ് ചെയ്ത്? ഇനി കോടതി കൊണ്ടുപോവുക, വിചാരണ ചെയ്യുക, കേസ് അന്വേഷിക്കുക, തെളിവുകൾ കണ്ടെത്തുക, അതിനുശേഷം അല്ലെങ്കിൽ വിധിയ ജയിലിട്ടേരെ. 4 നേരം നല്ല ആഹാരമുണ്ട്, നല്ല ജോലി കൊടുക്കും, മാസം കാശ് കൊടുക്കും. ഇത് കഴിയുമ്പോൾ ഇറങ്ങട്ടെ ബാക്കിയുള്ള കുഞ്ഞുങ്ങളെ കൊണ്ട്. തായോടെ അരിയണം നിന്നെയൊക്കെ. നിന്നെ ജീവനോട് വച്ചേക്കരുത്, ഇല്ലാണ്ടാക്കണം. കുഴപ്പമില്ല, നടക്കട്ടെ, കോടതി അന്വേഷണം നടക്കട്ടെ. കോടതി ഇനി ഉത്തരവിട്ട അന്വേഷണം നടക്കട്ടെ, അന്വേഷണം ആരംഭിക്കട്ടെ, പോലീസ് അന്വേഷിക്കട്ടെ. ഇനി കുഞ്ഞ് മരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് തന്നെ നമുക്കിനി അറിയാൻ പറ്റത്തില്ല കേട്ടോ. അതും ഇനി ശരിയാവണമെന്നില്ല. അന്വേഷണം നടക്കട്ടെ, അന്വേഷണം കാര്യമായിട്ട് നടക്കട്ടെ. എന്തായാലും ആ കുഞ്ഞിൻ്റെ ജീവൻ പോയല്ലോ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കട്ടെ. എല്ലാം നടക്കട്ടെ. ജനാധിപത്യ രാജ്യത്തെ ജനവിശ്വാസികളാണ്. ജനാധിപത്യ രാജ്യത്തെ ആൾക്കാരാണ് ഞങ്ങൾ കേട്ടോ. ജനാധിപത്യ രാജ്യത്തെ ആൾക്കാരാണ്. ജനാധിപത്യ അണ്ടി.